ഹായ് കൂട്ടുകാരെ, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ദുബായിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർ. ഇന്ത്യയിലെ പ്രോസസ്സിംഗ് മുതൽ ദുബായിൽ നമുക്കൊരു ജോബ് കിട്ടുന്നത് വരെ എത്ര രൂപയാകും നമ്മുടെ എക്സ്പെൻസ്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനു മുന്നേ എൻ്റെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബറിനെ ഞാൻ നേരിട്ട് 2 ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്, പുള്ളിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കണ്ടപ്പോൾ, എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. എൻ്റെ ചാനൽ ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ ആണ്, ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പുള്ളി പറഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും പുള്ളിയുടെ പെർസ്പെക്റ്റീവിലാണ് പുള്ളി പറഞ്ഞത്, ഇപ്പോഴും നമ്മുടെ നഴ്സുമാർക്ക് ഒരു എബ്രോഡ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയൊക്കെയാണ്, ആരെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് നഴ്സുമാരുണ്ട്. നമ്മുടെ ഓരോ വീഡിയോയ്ക്കും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നതിൻ്റെ റിപ്ലൈക്കും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് നഴ്സുമാരുണ്ട്. അതുകൊണ്ട് പുള്ളി പറഞ്ഞൊരു സജഷനാണ്, ആരെങ്കിലും മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അതിനെ റിപ്ലൈ കൊടുക്കാൻ നോക്കുക. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്ന നഴ്സുമാർ അവർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സിന് മെസ്സേജ് അയച്ചാൽ അവർ തിരിച്ച് റിപ്ലൈ തരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് ഡിലേ ആയിട്ടെങ്കിലും ഇങ്ങനെ റിപ്ലൈ തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാൻ ഡിലേ ആകുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങളെൻ്റെ പ്രൊഫൈൽ, യൂട്യൂബ് പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ദുബായിലോട്ട് ഒരു നഴ്സിംഗ് ജോബ് നോക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്: ഡേറ്റ് ഓഫ് ഫ്ലോ, എക്സാം, ക്രിഡൻഷ്യലിലാണ് നമ്മുടെ എലിജിബിലിറ്റി ഒക്കെ വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എക്സാം എഴുതിയിട്ടും ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യാം, ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതാം. നമുക്ക് ഈ 2 തരത്തിൽ നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. ചിലർ തിങ്ക് ചെയ്യുന്നുണ്ടാവും, ഞാൻ ഇത്രയും കാശ് മുടക്കി ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്തതിന് ശേഷം എക്സാം എഴുതി പാസ്സായില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം എക്സാം എഴുതൂ, എക്സാമിന് പാസ്സായതിനു ശേഷം ഡേറ്റ് ഓഫ് ഫ്ലോയും ക്രിഡൻഷ്യലും ചെയ്യൂ. അപ്പോൾ നമുക്ക് ദുബായിലെ ഡേറ്റ് ഓഫ് ഫ്ലോയ്ക്ക് എത്ര രൂപയാകും നോക്കാം. ഡേറ്റ് ഓഫ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ് ഓഫ് ഫ്ലോ. ഡേറ്റ് ഓഫ് ഫ്ലോയ്ക്ക് നമുക്ക് 22,000 മുതൽ 25,000 രൂപ വരെ ആകും. മിനിമം നമുക്കൊരു 22,000 രൂപയാണ് ആകുന്നത്. എന്തുകൊണ്ട് 25,000 രൂപ ആകുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കൂടുന്തോറും, അതായത് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൂടുന്തോറും അതിന് 2,000-3,000 രൂപ വെച്ച് കൂടുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 30,000 രൂപ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മിനിമം 22 മുതൽ 25,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ഫ്ലോയിൽ ആകുന്നത്. ഇനി DHA എക്സാമിൻ്റെ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 19,000 മുതൽ 22,000 രൂപ വരെ ആയിരിക്കും. ഇതിനകത്തായിരിക്കും നിൽക്കാം. ഒരു മിനിമം നമുക്ക് 21,000 രൂപയായിരിക്കും മാക്സിമം ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഞാൻ ഈ കോസ്റ്റ് ഇങ്ങനെ പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഓരോ ദിവസവും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി വരുന്നതാണ് നമ്മുടെ ക്രിഡൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി. ഇതിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 5,000 മുതൽ 6,000 രൂപയാണ് ഇതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ 3 പ്രോസസ്സിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിസിറ്റിംഗ് വിസയാണ്. വിസിറ്റിംഗ് വിസയുടെ കോസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വിസിറ്റിംഗ് വിസ നമുക്ക് 1 മന്തിനാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 7,000 മുതൽ 9,000 രൂപയായിരിക്കും ആകുന്നത്. ഇപ്പോൾ നമ്മൾ 2 മാസത്തേക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 13,000 മുതൽ 18,000 രൂപയായിരിക്കും ആകുന്ന. നമ്മൾ 3 മാസത്തേക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 16,000 രൂപ മുതൽ 20,000 രൂപ വരെ ആയിരിക്കും ആകുന്നത്. അപ്പോൾ ഇതാണ് വിസിറ്റിംഗ് വിസയുടെ കോസ്റ്റ് വരുന്നത്. പിന്നെ നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്: നമ്മുടെ പാസ്പോർട്ട് ഒരു 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദുബായിലെ അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം, ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒക്കേഷണലി എമിഗ്രേഷൻ അതോറിറ്റി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. 3 മുതൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മളൊരു 50,000 മുതൽ 1,00,000 രൂപ വരെ കാണിക്കണമെന്നവർ പറയാറുണ്ട്. അപ്പോൾ ഈ എമിഗ്രേഷൻ അതോറിറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ഈ 50,000 മുതൽ 1,00,000 രൂപ വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ദുബായിലോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ദുബായിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഈ കാശ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം എന്ന് അവർ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ എക്സെപ്ഷൻസ് ആണ്. ഇപ്പം നിങ്ങളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി ത്രൂ ആണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാശ്, അതായത് ബാങ്കിൽ ആ മണി കാണിക്കേണ്ടതായിട്ട് വരത്തില്ല. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ദുബായിലോട്ട് ഇതിന് മുന്നേ ഒരു പ്രീവിയസ് ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ പ്രിയറായിട്ട് റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ കാശ് കാണിക്കേണ്ടതായിട്ട് ഇല്ല.
നമ്മളിപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 10,000 മുതൽ 15,000 രൂപയായിരിക്കും അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വരുന്നതെന്ന് വെച്ചാൽ ഒരു 10,000 മുതൽ 15,000 രൂപ വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരും. അതിപ്പോൾ ട്രിവാൻഡ്രത്തിലെ എയർപോർട്ടിലെ ചാർജസ് ആയിരിക്കത്തില്ല നമ്മുടെ കൊച്ചിയിലെ ചാർജസ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത് കാരണം അത് ചാർജസിലും ചെറിയൊരു വ്യത്യാസം വരാറുണ്ട്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിലേറ്റീവ്സ് ഇപ്പോൾ ദുബായിലുണ്ടെന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ദുബായിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കോമഡേഷൻ്റെ കാശൊക്കെ ലാഭിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി ദുബായിൽ വന്നതിന് ശേഷം നമ്മൾ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹോസ്പിറ്റൽസിലും പോകേണ്ടതായിട്ടുണ്ട്. അതിന് ട്രാൻസ്പോർട്ടേഷൻ ചിലവുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ നമുക്ക് 2 തരത്തിൽ എടുക്കാവുന്നതാണ്, 3 തരത്തിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മെട്രോ വഴി ചൂസ് ചെയ്യാം, നമുക്ക് പബ്ലിക് ബസ് വഴി ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ടാക്സി, അതായത് ഊബർ പോലെയുള്ള ടാക്സി വഴി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മെട്രോയിൽ നമുക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 200 മുതൽ ഒരു 300 രൂപയ്ക്കകത്തേ ആവുള്ളൂ. ഷോർട്ട് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റേതായ ഡിഫറൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ബസ്സും ചീപ്പസ്റ്റ് കോസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ടാക്സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം ടാക്സി ഒഴിവാക്കാൻ നോക്കുക, പബ്ലിക് ബസ്സും നമ്മൾ മെട്രോയും ചൂസ് ചെയ്യാൻ നോക്കുക. അത് നമുക്ക് കുറച്ച് ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങുന്നതായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യമാണ് നമ്മുടെ ഫുഡ്. ഇപ്പം നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം 10,000 രൂപ ആകുന്നതായിരിക്കും. അത് ഓരോ ആൾക്കാർക്കും ഡിഫറൻസ് ആവും. നമുക്കിപ്പോൾ ഒരു 6,000-7,000 രൂപയിലും നമുക്ക് ചിലവ് ചുരുക്കാവുന്നതാണ് നമ്മുടെ ഫുഡിൽ. നമുക്ക് ചിലർക്ക് ചിലപ്പോൾ ഒരു 15,000-20,000 രൂപയോ ആകാറുണ്ട്. നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7,000 മുതൽ ഒരു 15,000 രൂപയ്ക്കകത്ത് നമുക്കൊരു മാസം ചിലവ് നടത്താവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരുന്നത്. ഇതിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു വ്യത്യാസങ്ങൾ വരാറുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്